പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാറ്റിവെച്ചതായി DC ബുക്സ്. നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം മൂലമാണ് മാറ്റിയതെന്നാണ് വിശദീകരണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകുമെന്നും DC ബുക്സ്. അതേസമയം തന്നെ പി ജയരാജൻ അല്പസമയം കണ്ണൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകൾ എന്നാണ്. ഇത്തരത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചത്. പക്ഷേ DC ബുക്സ് പറയുന്നത് പ്രകാശനം മാറ്റിവെച്ചു, പക്ഷേ അത് നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ്. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകുമെന്നാണ് DC ബുക്സ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഇതിനകം ഈ പുസ്തകത്തിലെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നത്, അതിലെ ഉള്ളടക്കം പുറത്തു വന്നത് ചലനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിലുള്ള ഉള്ളടക്കം പുറത്തു വന്നതിൽ ഗൂഢാലോചനയെന്നാണ് പി ജയരാജൻ പ്രതികരിച്ചത്. ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഈ DC ബുക്സ് ഈ പുസ്തകം കട്ടൻ ചായയും പരിപ്പോടിയും എന്നുള്ള ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ നിലനിൽക്കെ എന്ത് പ്രതികരണമാണ്, എന്ത് വിശദീകരണമാണ് നൽകുന്നത്? DC ബുക്സ് ഇപ്പോൾ ഈ വിവാദങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലാണ് ഇത്തരത്തിൽ ചില സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അതായത് നിർമ്മിതിയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇത് മാറ്റിവെക്കുന്നു, പുസ്തക പ്രകാശനം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനം മാറ്റിവെക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പി ജയരാജൻ്റേതെന്ന് പുസ്തകമായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിലെ അതിലെ ഉള്ളടക്കത്തെയും സംബന്ധിച്ച ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു, വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകളെ തള്ളാനോ അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന ഉള്ളടക്കത്തെ തള്ളാനോ DC ബുക്സ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഏറ്റവും കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രസാധക സ്ഥാപനമാണ് DC. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഇതിനു മുമ്പ് അത്തരത്തിൽ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ പി ജയരാജൻ്റേത് വന്നിട്ടുള്ള ഈ പുറത്തു വന്നിട്ടുള്ള ഉള്ളടക്കങ്ങൾ ഈ പുസ്തകത്തിൻ്റേതല്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് DC ബുക്സ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതായത് ഈ ഉള്ളടക്കം പുറത്തു വന്ന ഉള്ളടക്കത്തെ തള്ളിയിട്ടില്ല DC ഈ വിശദീകരണത്തിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പി ജയരാജൻ മാധ്യമങ്ങളോട് ഉന്നയിച്ച കാര്യമുണ്ട്. താൻ ആരെയും ഇതിന് പ്രസിദ്ധപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടില്ല, ഈ ഉള്ളടക്കം തൻ്റേതല്ല, താൻ ഒരിക്കലും ഈ പുസ്തകം എഴുതി പൂർത്തിയാകാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഇത് പുറത്തു വരിക എന്നുള്ളത് തന്നെ ആണ് പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങളെയും പി ജയരാജൻ്റെ ആരോപണങ്ങളെയും DC ബുക്സ് തള്ളിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്ന ഈ സ്ഥിതിക്ക് ഇത് ഒരുപക്ഷെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഈ പുസ്തകം പുറത്തുവിടാൻ പോകുന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിലെ തുറന്നു പറച്ചിലുകളുമായി പി ജയരാജൻ്റെ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു എന്ന പോസ്റ്റ് ഇട്ടത് DC ബുക്സ് പി ജയരാജനെ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് പി ജയരാജന് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു തൻ്റെ ഈ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു എന്നത് സംബന്ധിച്ച്. മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ടിരുന്ന പോസ്റ്റ് പി ജയരാജനെ കൂടി ടാഗ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ സംഭവം പി ജയരാജൻ്റെ മുന്നിലെത്തിയിരുന്നു. പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ പി ജയരാജനുണ്ടായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നതോടുകൂടി ഇത് തള്ളുന്നൊരു നിലപാടിലേക്ക് പി ജയരാജൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെയും, പി ജയരാജൻ്റെ ആരോപണങ്ങളെയും അതുപോലെ തന്നെ ഈ പുറത്തു വന്ന ഉള്ളടക്കത്തെയും തള്ളാതെയാണ് ഇപ്പോൾ DC ബുക്സ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് മന്ത്രി VN വാസവൻ ഇപ്പോൾ മാധ്യമങ്ങളെ കോട്ടയത്ത് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും യെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിലെടുക്കാം. DCയും വിശദീകരണം നൽകി കഴിഞ്ഞു. ഇപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ, വോട്ടെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലുള്ള വലിയ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്നാണ് മന്ത്രി VN വാസവൻ കോട്ടയത്ത് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ DC ബുക്സ് പ്രസാധകത്തിൽ നിന്ന് പിന്നോട്ട് മാറിയിരിക്കുന്നു. പക്ഷേ ഉള്ളടക്കത്തെ സംബന്ധിച്ച് യാതൊരു വിശദീകരണവും നൽകാതെ അല്ലെങ്കിൽ തള്ളാതെ തന്നെയാണ് ഇപ്പോൾ DC നൽകിയിരിക്കുന്നത്.
കാരണം DC ബുക്സിനെ പോലുള്ള മലയാളത്തിലെ പ്രബലമായ ഒരു പുസ്തക പ്രസാധന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം മറച്ചുവെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പുറത്തു വന്ന കാര്യങ്ങൾ അവർക്ക് തിരസ്കരിക്കേണ്ട കാര്യമില്ല. അവർ സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഈ പുസ്തക പ്രസാധനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ ചിലത് മറച്ചു വെക്കുന്നു. ഇത് തുറന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് EP ജയരാജൻ സ്വാഭാവികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്ന് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നത് എന്ന് സംബന്ധിച്ച് നമുക്ക് നിസ്തർക്കം തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം DC ബുക്സിനെ പോലൊരു സ്ഥാപനം ഇത്തരത്തിൽ പുസ്തകത്തിന് എഴുതാത്ത ഒരു വ്യക്തിയുടേത് എന്ന് കരുതുന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തുവിടുക എന്ന് പറയുന്നത് തീർത്തും ചിന്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രസാധക സ്ഥാപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ EP-യുടേതല്ലാത്ത ഒരു വാചകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ EP-യുടെ അനുമതി ഇല്ലാതെ തന്നെ ഇക്കാര്യങ്ങൾ പുറത്തു വിടുക എന്നുള്ളതും വിശ്വസനീയമല്ല. EP-യുടെ അറിവോടുകൂടി തന്നെയുള്ള ഒരു നീക്കം തന്നെ ആകാനാണ് സാധ്യത എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഈ ഉള്ളടക്കത്തെ തള്ളാതെ തന്നെ ഇപ്പോൾ ഈ പുസ്തക പ്രകാശനം മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിൽ ഊന്നി മാത്രം, അതും സാങ്കേതികമായിട്ടുള്ള ഒരു പിഴവ്, അതായത് നിർമ്മിതിയിലെ പിഴവ് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിശദീകരണത്തിലേക്ക് ഒതുങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ വിഷയം പുറത്തു വന്ന EP-യുടേതല്ലാത്ത വാക്കുകളാണിതെങ്കിൽ ഈ സംഭവങ്ങൾ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ പുറത്തു വന്ന ഉള്ളടക്കം DC-യുടേതല്ല എന്നും ഒരു ഉറച്ച വാക്കുകൾ DC-യുടെ വിശദീകരണത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ EP ജയരാജൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇത് താൻ പ്രസിദ്ധപ്പെടുത്താൻ നൽകിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനോടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അക്കാര്യത്തിൽ EP-യുടെ വാദങ്ങളെ DC ബുക്സ് തള്ളുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റേതല്ലാത്ത വാക്കുകൾ അച്ചടിച്ചു എന്ന് പറയുമ്പോൾ അതിനെ പ്രതികരിക്കാതെ വിടുന്നുണ്ടെങ്കിൽ EP-യുമായി അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ EP-യുടേത് കൂടി തിരുത്തലോടുകൂടി അല്ലെങ്കിൽ ഇത്തരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദ വസ്തുക്കൾ അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള വാചകങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മാറ്റിക്കൊണ്ടായിരിക്കും ഇനി യഥാർത്ഥ രീതിയിൽ പുസ്തകം പുറത്തു കൊണ്ടുവരിക. അത്തരത്തിലൊരു ആശയവിനിമയം EP-യുമായി DC അധികൃതർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകാശനം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് DC ബുക്സ് നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഉള്ളടക്കം അവർ നിഷേധിച്ചിട്ടുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത.